ഈ സത്രവേദിയിലായിട്ട് ഭഗവാന്റെ വിവാഹകഥയാണ് ഇന്നലെ അനുസ്മരിച്ചത്. അലൗകികമായ ദാമ്പത്യം, അലൗകികമായ വിവാഹം, രുക്മിണി സ്വയംവരം. ഏറ്റവും ശ്രേഷ്ഠമായതിനെ സ്വയം വരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. രുക്മിണി ഏറ്റവും ശ്രേഷ്ഠമായതിനെ സ്വയം വരിച്ചതാണ്. അതുപോലെ ജീവിതത്തിലുടനീളം ഏറ്റവും മഹത്തായതിനെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ മനസ്സാ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നാമും രുക്മിണിയും ഒന്നായിത്തീരുന്നത്. പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല. അതുകൊണ്ട് ദ ബെസ്റ്റ് അതിനെ സ്വീകരിക്കാൻ സാധിക്കണം. അത് ചിന്തയായാലും കർമ്മമായാലും ജീവിതത്തിൻ്റെ ഓരോ സന്നിഗ്ധ ഘട്ടങ്ങളിലും വിഷമിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകളിലൂടെ അതിനെ തരണം ചെയ്ത് ആ പരമാത്മാവിലേക്ക് ചേരുവാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തയെ ഉയർത്തുമ്പോൾ നാം രുക്മിണിയായി മാറുന്നു. ആ രീതിയിലേക്ക് സ്വയംവരത്തെ നമ്മൾ ചിന്തിക്കണം. കേവലമായ വിവാഹം എന്നതിലുപരിയായിട്ട് ജീവിതത്തിലുടനീളം ഈ ശരീരത്തിൽ നിന്നും പ്രാണൻ വേർപെടുന്നത് വരെ ജീവിതത്തിൽ പുലർത്തേണ്ട നിഷ്ഠയായിട്ട് സ്വയംവരത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. വിവാഹം പ്രധാനമായിട്ടും 5 രീതിയിലാണെന്ന് പറയാറുണ്ട്, 8 രീതിയിലാണ് എന്നും പറയാറുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, അഷ്ടമഹിഷികളെ ഭഗവാൻ പ്രധാനമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ബ്രാഹ്മ ഗാന്ധർവ പൈശാച രാക്ഷസോ മർത്യഭേദത വിവാഹ പഞ്ചഥാ പ്രോക്ത പ്രാധാന്യേന മനീഷിഭി എന്ന് പറയാറുണ്ട്. 5 രീതിയിൽ ബ്രാഹ്മം, ഗാന്ധർവം, പൈശാചം, രാക്ഷസം, അമർത്യം എന്ന് പറഞ്ഞാൽ ദൈവീകം എന്നിങ്ങനെ പ്രധാനമായിട്ടും വിവാഹത്തെ 5ആയിട്ട് തരംതിരിക്കാറുണ്ട്. അതുകൂടാതെ മറ്റൊരു പ്രമാണമനുസരിച്ച് 8 രീതിയിൽ ബ്രാഹ്മം, ആർഷം, പ്രാജാപത്യം, ദൈവം, ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചം എന്നിങ്ങനെ 8 രീതിയിലും വിവാഹത്തെ തരംതിരിക്കാറുണ്ട്. അതിൽ ഭഗവാൻ രുക്മിണിയെ സ്വീകരിച്ചത് രാക്ഷസവിധി പ്രകാരമാണ്. അത് ആ ചോദ്യത്തിൽ തന്നെ വിസ്തരിച്ച് പറയുന്നുമുണ്ടല്ലോ. എങ്ങനെയാണ് രാക്ഷസവിധി പ്രകാരം ഭഗവാൻ വിവാഹം ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. രാക്ഷസവിധി പ്രകാരം എന്ന് പറഞ്ഞാൽ രാക്ഷസവിധിയുടെ പ്രത്യേകത, വധു ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കാൻ സാധിക്കാതെ കണ്ട് മറ്റാരെങ്കിലും നിശ്ചയിച്ചതായ കല്യാണത്തെ ചൊല്ലി നിലവിളിക്കുമ്പോൾ ആ കന്യകയെ യുദ്ധം ചെയ്ത് സ്വന്തമാക്കുന്നതിനെയാണ് രാക്ഷസവിധി എന്ന് പറയുന്നത്. പല രീതിയിലുള്ളതായ വിവാഹമുണ്ട്. അതിനെയൊന്നും ഈ സമയത്ത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രാഹ്മം, സർവാലങ്കാര വിഭൂഷിതയായ വധുവിനെ സർവഗുണ സമ്പന്നനായ വരന് നൽകുന്നത് ബ്രാഹ്മം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. പ്രാജാപത്യം എന്നുള്ളതായ വിവാഹമുണ്ട്. കന്യകയെ അപേക്ഷിക്കുന്ന വരന് സന്തോഷപൂർവം കന്യകയെ കൊടുക്കുന്ന വിവാഹം പ്രാജാപത്യം എന്നാണ് അറിയപ്പെടാറുള്ളത്. യജ്ഞത്തിൽ യജമാനനായിട്ടിരുന്ന് ഹോമം ചെയ്യുന്നതായ സന്ദർഭത്തിൽ കന്യകയെ നൽകുന്നത് ദൈവം എന്നാണ് അറിയപ്പെടുക. പരസ്പരം അനുരാഗത്തോടുകൂടി വിവാഹം ചെയ്യുന്നതിനെ ഗാന്ധർവം എന്ന് വിശേഷിപ്പിക്കും. ഇങ്ങനെ പല രീതിയിലുള്ളതായ വിവാഹമുണ്ട്. ഏതായാലും ഭഗവാന്റെ വിവാഹം ഭംഗിയായിട്ട് രാക്ഷസവിധി പ്രകാരം രുക്മിണിയെ കൊണ്ടുവന്നെങ്കിലും എങ്ങനെയാണ് വിവാഹം ചെയ്തത്? ഭാഗവതം പറയുന്നുണ്ട്, ശാസ്ത്രവിധി പ്രകാരം വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് ദ്വാരകയിലെത്തി ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവതുപയേ മേ കുരുദ്വഹ. പരീക്ഷിത്തെ വിധിവത്, വിധിപ്രകാരം ഭഗവാൻ ദ്വാരകയിൽ ചെന്നിട്ട് രുക്മിണിയെ വിവാഹം ചെയ്തു. ശാസ്ത്രവിധി പ്രകാരവും വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ശാസ്ത്രവിധി പ്രകാരം ഭഗവാൻ വിവാഹം ചെയ്തതോടുകൂടി ദ്വാരകാവാസികൾക്ക് എന്തൊരു സന്തോഷം!
ചേരേണ്ടതുപോലെ ചേരേണ്ടതിനോട് ചേർന്നപ്പോൾ ദ്വാരകായാമഭൂരാജൻ മഹാമോദ പുരോഗസാം രുക്മിണ്യാരമയോപേതം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം. ശ്രിയപതി, രമാപതി, ലക്ഷ്മീപതിയായിട്ട് ഭഗവാൻ വിവാഹത്തോടുകൂടി മാറി. പലരും സന്തോഷത്തോടു കൂടി പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ഇവളാണ്. കേട്ടിട്ടുണ്ടോ? ആണെങ്കിൽ മാത്രമേ കേൾക്കുള്ളൂ, അല്ലേ? അപ്പോൾ രമാപതിയായിട്ട് ലക്ഷ്മീപതിയായിട്ട് ഭഗവാൻ മാറുകയാണ്. ദ്വാരകാവാസികൾക്ക് എന്തൊരു സന്തോഷം! ആ സന്തോഷത്തിന് മകുടം ചാർത്താൻ എന്നോണം ഭഗവാന് രുക്മിണിയിലായിട്ട് സന്തോഷവും ഉണ്ടായി, സന്താനമുണ്ടായി. പട്ടമഹിഷിയ ആദ്യ ഭാര്യയാണ് രുക്മിണി. കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാരുദ്രമന്യുന ദേഹോപപത്തയേ ഭൂയസ്തമേവ പ്രത്യപദ്യത. യഥാകാലം സന്താനം ഉണ്ടായി. ആരാ സന്താനം? സന്താനത്തിൻ്റെ പേര് പ്രദ്യുമ്ന ഇതി വിഖ്യാത സർവതോ നവമ പിതുഹു. ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലെ തന്നെ എല്ലാം കൊണ്ടും അംഗലാവണ്യത്തോടു കൂടിയ ഒരു സന്താനം, അതിൻ്റെ പേര് പ്രദ്യുമ്നൻ എന്നാണ്. ആരാ ഈ പ്രദ്യുമ്നൻ? അതിൻ്റെ ശ്ലോകത്തിൽ പറയുന്നു, കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാഗ് രുദ്രമന്യുന. രുദ്രൻ്റെ, മഹാദേവൻ്റെ കോപത്തിൽ കാമദേവൻ ഭസ്മമായപ്പോൾ രതീദേവിയുടെ പ്രാർത്ഥനയനുസരിച്ചിട്ടാണ് ഈ കാമദേവൻ വീണ്ടും ജനിക്കുന്നത്. അന്ന് ഒരു അനുഗ്രഹം കൊടുത്തു, ഭസ്മമായെങ്കിലും പിന്നീട് ഭഗവാന്റെ മകനായിട്ട് ജനിക്കുമെന്ന് രതീദേവിക്ക് മഹാദേവൻ അനുഗ്രഹം കൊടുക്കുകയുണ്ടായി. കാമം ജനിക്കണത് എവിടുന്നാണ്? കാമം ജനിക്കണത് എവിടെയാ കാമം ഉണ്ടാവുക? വാസുദേവാംശം. വാസുദേവനിലാണ് കാമം ഉണ്ടാവുക. വാസുദേവൻ എന്ന് പറഞ്ഞ മനസ്സിൻ്റെ കാരകനാണ്. അപ്പോൾ മനസ്സിലാണ് കാമം ഉണ്ടാവുക, ശരിയല്ലേ? കാമം ജനിക്കുന്നത് മനസ്സിലാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ അംശമായിട്ട് കാമമുണ്ടാകുന്നു. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും കാമദേവൻ ഉണ്ടായി എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇവിടെ കാമദേവൻ ഭസ്മമായി, മഹാദേവൻ കണ്ണു തുറന്നപ്പോൾ. കർമ്മങ്ങളുടെ ആശ്രയം എന്താണ്? കാമമാണ് കർമ്മമൂലം എന്ന് പറയും. എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം കാമമാണ്. അതുകൊണ്ട് ഈ കാമത്തെ എങ്ങനെ ഇല്ലാതാക്കാം? കർമ്മത്തെ എങ്ങനെ ഇല്ലാതാക്കാം? എങ്ങനെ നൈഷ്കർമ്മിയായി മാറാം? പാർവതിയോട് മഹാദേവന് അനുരാഗമുണ്ടാകുവാൻ വേണ്ടിയിട്ട് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം കാമദേവൻ ചെല്ലുകയും മഹാദേവൻ്റെ നേരെ പുഷ്പബാണം അയക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് മഹാദേവൻ കണ്ണു തുറന്ന് കാമദേവനെ കാണുന്നത്. ഇത്രയും കാലം അതിസുന്ദരിയായ പാർവതി അടുത്തുണ്ടായിട്ടും ഒരു രീതിയിലും മനസ്സിളകാതെ നിൽക്കുകയാണ് മഹാദേവൻ. മലകളിളകിലും മഹാജനാനാം മനമിളക. മഹാത്മാക്കളുടെ മനസ്സ് ഇളകില്ല, മലകൾ ഒരുപക്ഷെ ഇളകിയേക്കാം. പക്ഷെ ഈ മഹാദേവന്റെ മനസ്സ് പോലും ചഞ്ചലമായി. ചഞ്ചലം മനഃകൃഷ്ണ. മഹാദേവന്റെ മനസ്സ് പോലും ഇളകിപ്പോയി. ആരാണ് കാരണം? ആ കാരണം കാമനാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മഹാദേവൻ കണ്ണ് തുറന്നത്. ആ കണ്ണിൽ നിന്നും വന്നിട്ടുള്ളതായ അഗ്നിയിലാണ് കാമദേവൻ ഭസ്മമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ചഞ്ചലമാക്കുന്നത് ആഗ്രഹങ്ങളാണ്, കാമങ്ങളാണ്. അപ്പോൾ ഈ കാമത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഈ രണ്ട് കണ്ണ് തുറന്നാൽ കാമങ്ങൾ ഉണ്ടാവുക മാത്രമേ ചെയ്യുള്ളൂ, അല്ലേ? മനസ്സിൽ സകല കാമങ്ങളും ഉണ്ടാകുന്നത് ഈ രണ്ട് കണ്ണുകൾ കൊണ്ടാണ്, മാംസഗോളങ്ങളെ കൊണ്ട്. അതുകൊണ്ട് ഈ കണ്ണുകളെ കൊണ്ട് എന്തിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല? കാമത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതിന് മറ്റൊരു കണ്ണ് തുറക്കണം, മൂന്നാമത്തെ കണ്ണ്. അതാണ് ആത്മവിചാരം എന്ന് പറയുന്നത്. വികാരമല്ല. ഈ രണ്ട് കണ്ണുകളെ കൊണ്ട് വികാരമുണ്ടാകും, പക്ഷെ വിചാരമുണ്ടാകണമെങ്കിൽ മൂന്നാമത്തെ കണ്ണ് തുറക്കണം. ആ മൂന്നാമത്തെ കണ്ണാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകമാകുന്നതായ കണ്ണ് തുറന്നപ്പോൾ കാമദേവൻ ഭസ്മമാവുകയുണ്ടായി. ആ ഭസ്മമായപ്പോഴാണ് രതീദേവി പ്രാർത്ഥിച്ചത്, ഭഗവൻ എൻ്റെ ഭർത്താവാണ്, ശാപമോക്ഷം നൽകണേ എന്ന് പറഞ്ഞപ്പോഴാണ്
പിന്നീട് ദ്വാപരയുഗത്തിലായി ഭഗവാന്റെ മകനായിട്ട് ജനിക്കുമെന്ന് അനുഗ്രഹം കൊടുത്തത്. ഭഗവാനെ സംബന്ധിച്ച്, മഹാവിഷ്ണുവിനെ സംബന്ധിച്ച്, നാരായണമൂർത്തിയെ സംബന്ധിച്ച് ചതുർവ്യൂഹങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടതായ 4 നാമങ്ങൾ: ഓം വാസുദേവായ നമ, ഓം സംഘർഷണായ നമ, ഓം പ്രദ്യുമ്നായ നമ, ഓം അനിരുദ്ധായ നമ. വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്നാനിരുദ്ധനായിട്ട് ചതുർവ്യൂഹങ്ങളുണ്ട്. കലശപൂജയിലൊക്കെ ഈ 4 മൂർത്തികളെ വളരെ വിശദമായിട്ട് പൂജിക്കാറുണ്ട്. ഈ 4 മൂർത്തികൾ 4 തത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചിത്തം, അഹങ്കാരം, മനസ്സ്, ബുദ്ധി, ഇതാണ് ഈ 4 മൂർത്തികൾ. വാസുദേവൻ ചിത്തത്തിൻ്റെയും, സംഘർഷണൻ അഹങ്കാരത്തിൻ്റെയും, പ്രദ്യുമ്നൻ മനസ്സിൻ്റെയും പ്രതീകമാണ്, അനിരുദ്ധൻ ബുദ്ധിയുടെയും. അപ്പോൾ മനസ്സിൻ്റെ പ്രതീകമാണ് ഈ പ്രദ്യുമ്നൻ എന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാൻ സാധിക്കും. അങ്ങനെ കാമസ്തു വാസുദേവാംശോ ദഗ്ധ പ്രാഗൃദ്രമന്യുന ദേഹോപപത്തയേ ഭൂയസ്തമേവ പ്രത്യപദ്യത. അങ്ങനെ കാമദേവൻ ജനിക്കുകയാണ്, പ്രദ്യുമ്നൻ എന്നുള്ളതായ പേര്. ഭഗവാന്റെ അതേ രൂപഭാവത്തോട് കൂടിയിട്ട് കണ്ടാൽ ഒരു മാറ്റവും പറയില്ല. കണ്ടാൽ കൃഷ്ണൻ എന്നേ തോന്നുകയുള്ളൂ, ഒരേ അച്ചിൽ വാർത്തതുപോലെ എന്ന് പറയാറുള്ളൂ. കാമദേവൻ ഉണ്ടായപ്പോൾ രുക്മിണി ദേവിക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. വിവാഹ സമയത്ത് ധാരാളം മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. വിധിപ്രകാരം, ശാസ്ത്രവിധിപ്രകാരം വിവാഹം ചെയ്യുമ്പോൾ പതി പത്നിയുടെ കൈ പിടിച്ച് അഗ്നിക്ക് പ്രദക്ഷിണം ചെയ്യാറുണ്ട്. ഇന്നങ്ങനെ ഉണ്ടോ? തോന്നണില്ല എനിക്ക്. അപ്പോഴൊരു മന്ത്രം ചൊല്ലും. എന്താ? ഗൃഭ്ണാമിതേ സുപ്രജാസ്ത്വായ ഹസ്തം മയാ പത്യാജരദഷ്ടിര്യധാസൽ. എന്താ പ്രാർത്ഥിക്കണത്? കൈപിടിച്ചിട്ട് അഗ്നിക്ക് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ അഗ്നിയോട് പ്രാർത്ഥിക്കണു, ഭഗവാന് ഇതിൽ നല്ല സന്താനങ്ങൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കണു. ഇന്ന് ആരെങ്കിലും വിവാഹ ദിവസം അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? വന്നവരുടെയൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. സൽസന്താനങ്ങൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കണില്ല. എന്തെല്ലാം വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളുണ്ട് വിവാഹ സമയത്ത്. ഭാര്യയുടെ ഹൃദയം തൊട്ടിട്ട് ഭർത്താവ് ജപിക്കും. എന്താ? മമ ഹൃദയേ ഹൃദയം തേ അസ്തു, മമ ചിത്തേ ചിത്തമസ്തു തേ, മമ വാചമേകമനാശൃണു, മാമേ വാനുവ്രതാ സഹചര്യാമയാ ഭവ. എൻ്റെയും നിൻ്റെയും ഹൃദയം ഒന്നായി തീരട്ടെ. പ്രാർത്ഥിക്കുക. എൻ്റെയും നിൻ്റെയും വാക്കുകൾ ഒന്നായി തീരട്ടെ. എൻ്റെയും നിൻ്റെയും മനസ്സൊന്നായി തീരട്ടെ. എൻ്റെയും നിൻ്റെയും തീരുമാനങ്ങൾ ഒന്നായി തീരട്ടെ. ഇതല്ലേ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ഇതല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇങ്ങനെയുള്ളതായ ചടങ്ങും ആർക്കും അറിയില്ല, പറഞ്ഞു കൊടുക്കാനും ആർക്കില്ല. അതുകൊണ്ട് വിവാഹം താലി കെട്ടി 2ാമത്തെ ദിവസം ഡിവോഴ്സ് നോട്ടീസ് അയക്കും. എന്നതാ സമ്പ്രദായം. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ കണക്കാക്കണത്. വിവാഹം കഴിഞ്ഞാൽ ഒരു അധികം താമസിക്കാതെ എന്ത് ചെയ്യണം? ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, മനോഹരമായ സങ്കല്പങ്ങളും കൽപ്പനകളുമാണ് വിവാഹത്തിലായിട്ടുള്ളത്. യഥാവിധി കാമദേവൻ വീണ്ടും ജനിച്ചു പ്രദ്യുമ്നനായിട്ട്. കാമദേവൻ ജനിച്ചതോടു കൂടിയിട്ട് വിഷമത്തിലായത് ശംബരൻ എന്നുള്ളതായ അസുരനാണ്. ആ ശംബരാസുരനെ നിഗ്രഹിക്കുവാൻ കാമദേവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ രുക്മിണീ ദേവിയിലായിട്ട് കാമദേവൻ വീണ്ടും ജനിച്ചു എന്നറിഞ്ഞതായ ശംബരാസുരന് വിഷമമായി. ആ വിഷമത്തെ തീർക്കാൻ വേണ്ടിയിട്ട് പ്രസവിച്ച് 10 ദിവസം പോലും ആകാത്തതായ ആ ഉണ്ണിയെ ശംബരാസുരൻ തട്ടിക്കൊണ്ടുപോവുകയാണ്. ഭഗവാന്റെ പത്നി രുക്മിണീ ദേവി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർമ്മഫലം ഏവരും അനുഭവിക്കണം. ഭഗവാന്റെ പത്നിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട്, സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് ഈ ശരീരം നൽകിയിട്ടുള്ളത്. രുക്മിണീ ദേവിക്ക് സങ്കടമായില്ലേ സന്താന ദുഃഖം? ആ മകനെ നഷ്ടപ്പെട്ടതായ ദുഃഖം. ശംബരാസുരൻ ഇതിനെ എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. മത്സ്യം വിഴുങ്ങി. മുക്കുവന്മാർ വല വീശുന്ന സമയത്ത് ഒരു വലിയ മത്സ്യത്തെ കിട്ടി. അതിനകത്താണ് ഈ പ്രദ്യുമ്നനുള്ളത്. നല്ല മത്സ്യത്തെ കിട്ടിയപ്പോൾ വേഗം മഹാരാജാവിന് കാഴ്ചവെക്കുക. വരാനുള്ളത് വഴി തങ്ങോ? ശംബരാസുരൻ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. തൻ്റെ ശത്രു ഇല്ലാതായി എന്ന് വിചാരിച്ച് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ആ കൊച്ചു കുഞ്ഞിനെ. മത്സ്യത്തിൻ്റെ ഉള്ളിലായിട്ട് വരികയാണ് ഈ കുട്ടി. അവിടെ കൊണ്ടുവന്നിട്ട് മത്സ്യത്തെ കണ്ടപ്പോൾ ശംബരാസുരന് വായിൽ വെള്ളമൂറി ഉച്ചക്കേക്ക് തന്നെ വേഗത്തിൽ പാകമാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക്, കുശിനിയിലേക്ക് കൊടുത്തയച്ചു.
അവിടെയാണ് ഈ കാമദേവൻ്റെ ഭാര്യയായ രതീദേവി മായാവതി എന്നുള്ള പേരിൽ അടുക്കള പണിക്കാരിയാണ്. ഭർത്താവ് ഇല്ലാതായപ്പോൾ ജോലിയും കൂലിയൊന്നും ഇല്ലാതായി. അതുകൊണ്ടിപ്പോൾ ഈ ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിൽ വെപ്പ് പണിക്ക് നിൽക്കുക. പാവേ, ജീവിക്കണ്ടേ, അതല്ലേ പ്രധാനം. അപ്പോൾ പാവം മത്സ്യത്തെ കിട്ടിയതായ സന്ദർഭത്തിൽ ആ മത്സ്യത്തെ അങ്ങോട്ട് കീറിയതായ സന്ദർഭത്തിൽ അത്ഭുതം കാണുക. ദൃഷ്ട്വാ തദുദരേ ബാലം മായാവതീന വേദയൻ നാരദോ കഥയൽ സർവം തസ്യാ ശങ്കിതചേതസഃ. ആ മത്സ്യത്തെ കീറിയിട്ട് അതിൽ ആൺകുട്ടിയെ കണ്ടപ്പോൾ അത്ഭുതം. അപ്പോഴേക്കും നാരായണ 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 നാരദൻ വന്നു. എന്തിനാ ഇപ്പം അത്ര അത്ഭുതം? അല്ല നാരദരെ, മത്സ്യത്തെ കീറിയപ്പോൾ ആൺകുട്ടി. അപ്പോഴാ പറഞ്ഞു കൊടുത്തത്, ഈ കുട്ടി നിന്റെ ഭർത്താവിൻ്റെ പുനർജന്മമാണ്. ഇത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്തതായ സന്തോഷം ഉണ്ടായില്ലേ? ആ സന്തോഷത്തോടു കൂടി അതിനെങ്ങനെ വളർത്താൻ വേണ്ടി തുടങ്ങി. ആദ്യം കുട്ടി എന്നുള്ളതായ ഭാവത്തിൽ വളർത്താൻ വേണ്ടി തുടങ്ങി. ക്രമേണ ഈ പ്രദ്യുമ്നൻ വലുതായി വന്നപ്പോൾ മാതൃഭാവത്തെ മാറ്റിവെച്ചിട്ട് കാമുകിയുടെ ഭാവത്തെ സ്വീകരിച്ചു. ഭർത്താവല്ലേ? അപ്പോൾ ഈ സംശയമായി പ്രദ്യുമ്നൻ ചോദിച്ചു, എന്താ അങ്ങ് മാതൃഭാവത്തെ അതിക്രമിച്ചുകൊണ്ട് തമാതാമാഹ ഭഗവാൻ കാഷ്ണിർ മാതസ്തേ മതിരന്യതാം മാതൃഭാവമതിക്രമ്യ വർത്തസേ കാമിനീ യഥാ. ഒരു കാമിനിയെ പോലെ എന്താ എന്നോട് ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത്? ഇത്രയും നാൾ കുട്ടിയെ പോലെയല്ലേ പെരുമാറിയത്? അപ്പോഴാണ് രതീദേവി പറഞ്ഞത്, അങ്ങ് ആരാണെന്നാണ് വിചാരം? ഭവാൻ നാരായണ സുതഃ ശംബരേണാഹൃതോ ഗൃഹാത് അഹം ദേധികൃതാപത്നി രതി കാമോ ഭവാൻ പ്രഭോ. ഞാൻ അങ്ങയുടെ പത്നിയായ രതീദേവിയാണ്, ശംബരനാണ് അങ്ങയെ തട്ടിക്കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. നോക്കൂ, നാരായണസുതനാണ് അങ്ങ്. രുക്മിണീ ദേവിയുടെ സങ്കടം ഒരു ഭാഗത്തുണ്ട്. ഇല്ല, ആലോചിച്ച് നോക്കൂ. പ്രസവിച്ച് 10 ദിവസം പോലും ആയില്ല, അമ്മിഞ്ഞ നൽകിയിട്ട് ആനന്ദം തീർന്നിട്ടില്ല. അതിനിടയിൽ തന്നെ മകനെ നഷ്ടപ്പെട്ടതായ ദുഃഖം അനുഭവിച്ചുകൊണ്ട് രുക്മിണീ ദേവി എല്ലാ ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇതാ രതീദേവിയും പ്രദ്യുമ്നനും പരസ്പരം അറിയുകയാണ്. അപ്പോൾ അവതാര ലക്ഷ്യം തന്നെ ആസുരികമായ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചനാഥനായ പ്രപഞ്ചശക്തി ഏതേതെല്ലാം അവതാരങ്ങൾ എടുത്തിട്ടുണ്ടോ ആ അവതാരങ്ങളിലെല്ലാം തന്നെ ആസുരികമായ ശക്തിയെ ഇല്ലാതാക്കണം. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ മനസ്സിൽ അവതാരം ചെയ്യട്ടെ, നമ്മുടെ ഉള്ളിലുള്ളതായ ആസുരികമായ ഭാവങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ പ്രദ്യുമ്നന് മനസ്സിലായി തൻ്റെ അവതാരം ശംബരാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ പോയിട്ട് കൊന്നിട്ട് വരാം, ശംബരാസുരനെ കൊല്ലാമെന്ന് പറഞ്ഞപ്പോഴാണ് മായാവതി തടഞ്ഞത്. പറ്റില്ല. എന്താ കാരണം? അസുരന്മാർക്ക് മായാവിദ്യ വശമുണ്ട്. ചതിപ്രയോഗം അസുരന്മാരുടെ കൂടെ പിറപ്പാ. അതുകൊണ്ട് എന്തെല്ലാം ചതിയാണ് പ്രയോഗിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ മായയെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? മഹാമായ നമ്മുടെ കയ്യിലുണ്ടാകണം. മഹാമായ നമ്മുടെ കയ്യിലുണ്ടാകണം. ഈ മഹാമായ വിദ്യയെ ആരാ പറഞ്ഞു തരിക എന്നായി പ്രദ്യുമ്നൻ ചോദിക്കണത്. അപ്പോഴാണ് മായാവതി പറഞ്ഞത്, അവിടെ ഇരിക്കൂട്ടോ, ഞാൻ പഠിപ്പിച്ചു തരാം, ഞാൻ മന്ത്രം ഉപദേശിച്ചു തരാം. എന്ത് മന്ത്രമാണ്? മഹാമായ മന്ത്രം. അങ്ങനെ മായാവതി മഹാമായാം സർവമായ വിനാശിനീം, സർവമായകളെയും ഇല്ലാതാക്കുന്നതായ മന്ത്രത്തെ മായാവതി ഭർത്താവിനായി ഉപദേശിച്ചു കൊടുത്തു. ഭാര്യ ഭർത്താവിന് മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. ഇപ്പോഴത്തെ കാലത്തും പതിവുണ്ടല്ലോ അത്, ഇല്ലേ? ഭാര്യ ഭർത്താവിന് മന്ത്രം ഉപദേശിച്ചു കൊടുക്കാറില്ലേ? അതിന് വേറെ എന്തോ ആണ് പേര്, എനിക്കത്ര ഓർമ്മയില്ല, എനിക്കത് കിട്ടാറില്ല. അതുകൊണ്ടാ ഇല്ല, എന്താ പേര് പറയാ? പറഞ്ഞു കൊടുക്കണവർ വേഗം വിളിച്ചു പറഞ്ഞു. തലയണ മന്ത്രം എന്നാ പറയാ, അല്ലേ? ഇവിടെ മായാവതി നോക്കൂ, ഭർത്താവിന് മഹാമായ വിദ്യയെ ഉപദേശിക്കുക. നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകേണ്ടത്. വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മന്ത്രം ജപിക്കും, സഹധർമ്മശ്ചര്യതാം, ധർമ്മത്തെ ആചരിച്ചാലു, ഒന്നിച്ച് ധർമ്മത്തെ ആചരിച്ചാലു. ഏതൊരു ഭാവത്തിൽ കൈ പിടിക്കുമ്പോൾ മന്ത്രം ചൊല്ലും, മിത്രോസി, പരസ്പരം മിത്രങ്ങളായിരിക്കട്ടെ, സൗഹൃദ ഭാവത്തോടു കൂടി ജീവിച്ച്
ധർമ്മത്തെ ആചരിക്കണം. രണ്ടുപേർ ചേരുമ്പോൾ ധർമാചരണത്തിന് ശക്തി വർദ്ധിക്കും. ഈ ധർമാചരണത്തിന് വേണ്ടിയിട്ടാണ് വൈവാഹിക ജീവിതം പോലും ഗാർഹസ്ഥ്യ ധർമ്മം പോലും ഉണ്ടാക്കിയിട്ടുള്ളത്. 4 ആശ്രമങ്ങളുണ്ട്. ബ്രഹ്മചാരി ആശ്രമം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും സന്യാസി ആശ്രമം. പക്ഷേ ആചാര്യന്മാർ പറയുന്നത് ജ്യേഷ്ഠാശ്രമം എന്നറിയപ്പെടുന്നത് ഗൃഹസ്ഥധർമ്മമാണ്. ചത്വാരി ആശ്രമ പ്രോക്താ സർവേ ഗാർഹസ്ഥ്യമൂലകം. ഗാർഹസ്ഥ്യം എന്ന് പറയുന്നതാണ് ശ്രേഷ്ഠാശ്രമം. കാരണം എന്താ? ധർമ്മത്തിൻ്റെ പന്ഥാവിൽ ചരിക്കുമ്പോൾ ഏറ്റവും സുഖം നൽകുന്നതും ആനന്ദം നൽകുന്നതും മോക്ഷത്തെ നൽകുന്നതുമായ ആശ്രമമാണ് കുടുംബ ആശ്രമം എന്ന് പറയുന്നത്. പക്ഷെ അത് ധർമ്മത്തിൻ്റെ പന്ഥാവിൽ പോകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഭാര്യയെ എന്ത് പറയുന്നത്? ധർമ്മപത്നി എന്ന് വിശേഷിപ്പിക്കാറില്ലേ? പണ്ടാണ് കേട്ടോ. ഇപ്പം ബെറ്റർ ഹാഫ് എന്നാ ഇംഗ്ലീഷ് പറയാം. എന്നാൽ കുഴപ്പമില്ലല്ലോ. ധർമ്മപത്നി എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്യണം. അതുകൊണ്ട് അതാരും ഇപ്പോൾ പറയാറില്ലേ? അപ്പോൾ ധർമ്മപത്നി എന്ന് ഭാര്യയൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ മായാവതി ധർമ്മപത്നിയായി മാറുകയാണ്. ധർമ്മത്തെ ഉപദേശിക്കണം. ഭർത്താവിനെ അസുര നിഗ്രഹം ചെയ്യണം. ഇതാണല്ലോ ലക്ഷ്യം. ശംബരാസുരനെ നിഗ്രഹിക്കണം. ആ അസുര നിഗ്രഹം ചെയ്യുവാൻ ഭർത്താവിന് ശക്തി പകർന്നു കൊടുക്കുകയാണ് മായാവതി ചെയ്തത്. ഇതാണ് ഓരോ ഗൃഹത്തിലും നടക്കേണ്ടത്. അധർമ്മത്തെ നേരിടുവാൻ, ദുഷ്ചിന്തകളെ ഇല്ലാതാക്കുവാൻ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ശക്തി പകർന്നു കൊടുക്കണം. അങ്ങനെയാണ് പ്രദ്യുമ്നന് മായാവതി മഹാമായാവിദ്യയെ പറഞ്ഞു കൊടുത്തത്. മഹാമായ വിദ്യ കിട്ടിയപ്പോൾ, ഭാര്യയുടെ പിന്തുണ കിട്ടിയപ്പോൾ അധർമ്മത്തെ എതിരിടാൻ കുറച്ചുകൂടി ബലം വന്നു. ഇതല്ലേ ഉണ്ടാവുക? നോക്കൂ, ഏതൊരു ജോലിയും ഭംഗിയായി നടക്കണമെങ്കിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. പരസ്പരം മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഗൃഹാന്തരീക്ഷം ഏറ്റവും ശുദ്ധമാകണമെങ്കിൽ, ആനന്ദമുണ്ടാകണമെങ്കിൽ ഗൃഹാന്തരീക്ഷത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും അവിടെ പറയുന്നതായ വർത്തമാനങ്ങളും ഒക്കെ മധുരമുള്ളതായിരിക്കണമെന്ന് കപിലദേവഹൂതി സംവാദത്തിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഭാര്യയുടെ പിന്തുണ കിട്ടിയപ്പോൾ ശംബരാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പോവുക. വെറുതെ ഒരാളെ കൊല്ലാൻ സാധിക്കില്ലല്ലോ. അത് കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകണം. ഒരു കാരണം ഉണ്ടാകണം. വെറുതെ ഒരാളെ കൊല്ലാൻ മനുഷ്യനെന്നല്ലല്ലോ പ്രദ്യുമ്നൻ. മനുഷ്യന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പണം കിട്ടിയാൽ എന്തും ചെയ്യും. അതുകൊണ്ട് ശംബരാസുര നിഗ്രഹത്തിനൊരു കാരണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രദ്യുമ്നൻ എന്ത് ചെയ്തു? സോധിക്ഷിപ്പുതോ ദുർവചോഭി പാദാഹദൈവോരകം നിശക്രാമഗതാപാണിരമർഷ താമ്രലോചന. കൊട്ടാരമുറ്റത്ത് പോയിട്ട് അധിക്ഷേപിച്ചു, ദുർവാക്കുകൾ പറഞ്ഞു. ചീത്ത വാക്കുകൾ കേട്ടാൽ ഉടനെ ദേഷ്യം വരും. ആർക്കാ ദേഷ്യം വരിക? ചീത്ത വാക്കുകൾ കേട്ടാൽ ആരും പറയണില്ലല്ലോ. ശംബരാസുരനാണോ നമുക്കാണോ? അതാ അസുരന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത്. ദുർവാക്കുകൾ കേട്ടാൽ കോപം വരിക ആരുടെ ലക്ഷണമാണ്? അസുരന്മാരുടെ ലക്ഷണമാണ്. സത്യത്തിൽ ഒരു ചീത്ത വാക്ക് കേട്ടാൽ നമുക്ക് കോപം വരേണ്ട കാര്യമുണ്ടോ? എന്നെ നോക്കിയിട്ട് ഒരാൾ കുരങ്ങ എന്ന് വിളിച്ചാൽ എനിക്കൊരു വിഷമവും ഉണ്ടാവില്ല. എന്താ കാരണം? ഞാനതല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നാ. എനിക്ക് ദേഷ്യം വന്നു വെച്ചാൽ എന്താ അർത്ഥം? കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ചീത്ത വാക്കുകൾ കേട്ടാൽ കോപം വരിക എന്നുള്ളത് ആസുരികമായ ലക്ഷണമാണ്. ക്ഷമധീരൻ്റെ ആയുധമാണ്. ഒരാൾ നമ്മെ നോക്കി കുരങ്ങ എന്നോ കഴുത എന്നോ വിളിച്ചാൽ നാം അതല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് വരില്ല? കോപം വരില്ല എന്ന് മനസ്സിലാക്കൂ. ഇതാണ് ശാസ്ത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അധിക്ഷേപ വാക്കുകൾ കേട്ടപ്പോൾ ശംബരാസുരൻ ഓടി വരികയാണ്. വാക്കാണ് സംസ്കാരം എന്ന് പറയുന്നത്. വാക്കുകൾ വാക്കത്തി പോലെയാണ്. വാക്കത്തി എന്തിനു ഉപയോഗിക്കാം? മറ്റുള്ളവനെ മുറിവേൽപ്പിക്കാനും ഉപയോഗിക്കാം. നമുക്ക് പ്രയോജനകരമായ രീതിയിൽ ജീവിത സന്ധാനത്തിനും എന്തുപയോഗിക്കാം? വാക്കുകൾ ഉപയോഗിക്കാം. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ട ആയുധമാണ് വാക്ക്. വാഗ് വജ്രം എന്ന് പരീക്ഷത്തിൻ്റെ കഥയിൽ പറയുന്നുണ്ട്. ആ കുട്ടി ശപിച്ചത് എങ്ങനെയാണ്? വാക്ക് വജ്രം. വജ്രത്തേക്കാൾ കഠിനമാണ് വാക്കിനെ കൊണ്ടുള്ള മുറിവേൽക്കൽ. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട അവയവമാണ് നാവ്, വാക്കെന്ന് പറയുന്നത്. വാക്കാണ് സംസ്കാരം. അതുകൊണ്ടാണ് ശരീരത്തിൽ ഏറ്റവും പ്രൊട്ടക്ഷനുള്ള അവയവം ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുത്തിരിക്കുന്ന അവയവം ഏതാണെന്ന് പറയൂ? നാവാണ്. അല്ലേ? 32 കാവക്കാരാ മുന്നിൽ.
അതുകൂടാതെ കണ്ട ഒരു ചുണ്ടുണ്ട്. എന്താ അത്? ഇങ്ങനെ വേഗത്തിലൊന്നും പുറത്തിടരുത് എന്നാ. ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ് വാക്കെന്ന് കാട്ടിത്തരിക. അതുകൊണ്ട് വാക്കുകൾ കൊണ്ടാണ് അപകടമുണ്ടാകുന്നത് എന്ന് പറയുന്നു. വാക്കാണ് സംസ്കാരം. വാക്ക് എവിടുന്നാണ് ഉണ്ടാകണത്? ഒരു ശബ്ദം, നമ്മളിപ്പോൾ പറയുന്നതായ ശബ്ദം വൈഖരി ശബ്ദം എന്നാണ് പറയുക. ഈ ഉറക്കെ പറയുന്നതിന് വൈഖരി എന്ന് പറയും. ഈ വൈഖരി ശബ്ദം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് അനവധി പ്രോസസ്സുകൾ മാനസികമായിട്ട് നടക്കും. അതിന് ലളിത സഹസ്രനാമത്തിൽ പരാപ്രത്യക്ഷി രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരി രൂപ എന്ന് പറയാറില്ലേ? അങ്ങനെ പരാശബ്ദം, പശ്യന്തി ശബ്ദം, മധ്യമാ ശബ്ദം, വൈഖരി ശബ്ദം, ഇങ്ങനെ അനവധി പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാവിൻ തുമ്പിലൂടെ ഒരു ശബ്ദം വരുന്നത്. അപ്പോൾ വാക്കുണ്ടാകണമെങ്കിൽ വാക്ക് വരുന്നത് മനസ്സിൽ നിന്നാണ്. വാങ്മേ മനസ്സി പ്രതിഷ്ഠിതം. വാക്കെവിടെയുള്ളത്? മനസ്സ്. മനസ്സില്ലാച്ചാലോ വാക്കുണ്ടാവുമോ? ഉണ്ടാവില്ല. രാവിലെ എല്ലാവരും സഹസ്രനാമം ജപിച്ചു, ഉച്ചയ്ക്ക് പ്രഭാഷണം 1 മണിക്കാണ് നിർത്തുക, അല്ലേ? ശരിയല്ലേ? 1 മണിക്കാണ് നിർത്തുക. 1 മണിക്ക് നിർത്തണില്ല ആചാര്യൻ, 2 മണിക്കും നിർത്തണില്ല, 2:15 ആകുമ്പോഴും നിർത്തിയിട്ട് പറയാ ഇനി സഹസ്രനാമം ജപിച്ചിട്ട് ഉണ്ണഴിക്കാൻ പോകാം. വാക്ക് വരുമോ? എന്താ കാരണം? എന്തില്ലാത്തോണ്ടാ? മനസ്സില്ലാത്തോണ്ട്. വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠിത. വാക്ക് വരണത് മനസ്സിൽ നിന്നാണ്. ഇനി മനസ്സെങ്ങനെയാണ് ഉണ്ടാകണത്? മനസ്സുണ്ടാകണത് യഥോ അന്നഹ തഥോ മനഃ. ആഹാരമാണ് എന്തിനുണ്ടാക്കണത്? മനസ്സ്. ആഹാരം കഴിക്കാച്ചാൽ മനസ്സുണ്ടാവുമോ? ഒന്നും തോന്നില്ല. അതുകൊണ്ട് ആഹാരം ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാകുന്നു. മനസ്സ് ശുദ്ധമായാൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാക്കുകൾ ശുദ്ധമാകുന്നു. പണ്ടൊരു തിരുമേനിയുമായിട്ട് ഒരാൾ വഴക്കൂടിയ കഥ അറിയോ? പാവം തിരുമേനി ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ്. ആ തിരുമേനിയുടെ അടുത്ത് പോയിട്ട് ഒരാൾ ശണ്ട കൂടി. പായസത്തിൻ്റെ അളവെന്തോ കുറഞ്ഞതാ. വല്ലാതെ വഴക്കായി. മലന്തീനി എന്നൊക്കെ വിളിക്കുക. ആരെ? തിരുമേനി. മലന്തീനി എന്നൊക്കെ വിളിക്കുക. ഈ പാവം തിരുമേനി അങ്ങോട്ട് എന്താ പറയുക? എന്തേലും ദേഷ്യം വന്നാൽ പറയണ്ടേ? ഉടനെ തിരുമേനി പറയാ പായസം കുടിയാന്ന് അങ്ങോട്ട് വിളിക്കുക. എന്താ? പഴന്തീനി പായസം കുടിയാന്നൊക്കെ വിളിക്കുക. അപ്പോൾ കേട്ടവർ ചോദിക്കുക, അല്ല തിരുമേനി, അദ്ദേഹം മലന്തിനി എന്നൊക്കെ വിളിക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡിലുള്ള വല്ലതും തിരിച്ചു പറയണ്ടേന്നാ. ഉടനെ തിരുമേനി പറയണം, നോം കഴിക്കണതൊക്കെ നോം പറയണു, അദ്ദേഹം കഴിക്കണതൊക്കെ അദ്ദേഹം പറയണമെന്നാ. ഒന്ന് പറഞ്ഞതുപോലെയാ ജീവിതം എന്ന് പറയുന്നത്. അവനവൻ്റെ ആഹാരം എന്താണോ ആ ആഹാരമാണ് നമ്മുടെ സംസ്കാരമായിട്ടും വാക്കുകളുമായിട്ടും പ്രതിവർത്തിക്കുന്നത്. ഇവിടെ അധിക്ഷേപ വാക്കുകൾ വളരെ പർപ്പസ്ഫുള്ളിയാണ് പ്രദ്യുമ്നൻ പറഞ്ഞത്. കാരണം എങ്കിലേ അസുരന് ദേഷ്യം വരുള്ളൂ. ദേഷ്യം വന്നാലേ കൊല്ലാൻ കാരണം ഉണ്ടാവുകയുള്ളൂ. അമർഷ താമരലോചന, ദേഷ്യപ്പെട്ടിട്ട് കണ്ണുകളൊക്കെ ചുവപ്പിച്ചുകൊണ്ട് പതാഹത ഇവ ഒരക, ചവിട്ടേറ്റ പാമ്പിനെ പോലെ ഈ ശംബരാസുരൻ ചീറി വന്ന സമയത്ത് അതിഗംഭീരമായ യുദ്ധം നടന്നിട്ട് അതിൻ്റെ ശിരസ് അറുത്തെടുക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. നിഷാദമസിമുദ്യമ്യ സകിരീടം സകുണ്ടലം ശംബരസ്യ ശിരക്കായാത് താമ്രസ്മശ്രോജസാഹയരത്. അതിൻ്റെ ശിരസ് അങ്ങോട്ട് അറുത്തു മാറ്റുകയാണ് ചെയ്തത്. ശംബരാസുരൻ നിഗ്രഹം ചെയ്ത് മായാവതിയുമായിട്ട് ആകാശമാർഗേണ ദ്വാരകയിലേക്ക് പോവുകയാണ്. എത്ര വർഷമായി മകനെ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും വർഷം ഉരുകുന്ന മനസ്സുമായിട്ടൊരു അമ്മ എവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രസവിച്ചു എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. 10 ദിവസം അമ്മഞ്ഞു നൽകിയിട്ട് മോഹം തോർന്നിട്ടില്ല. നഷ്ടപ്പെട്ടു മകൻ. ഭഗവാന്റെ പത്നിയാണെന്ന് ഓർമ്മിക്കണേ. നമുക്കും പല ദുഃഖമുണ്ടാവും. നമ്മൾ ഭഗവാന്റെ പത്നിയല്ല, ഭഗവത് പത്നിയായിട്ടും രുക്മിണീ ദേവി അനുഭവിച്ചതായ സന്താന ദുഃഖം വർഷങ്ങളോളം നീണ്ടു. പക്ഷേ ഒരു ദിവസം പോലും ഭഗവത് ഭജനം മുടക്കിയില്ല. നമുക്ക് ജീവിതത്തിൽ ദുരനുഭവം ഉണ്ടായാൽ എന്ത് ഭഗവാൻ എന്ന് പറയില്ലേ നമ്മൾ? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഭഗവാൻ എന്നോട് ഇതല്ലേ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വിഷമിക്കില്ലേ? രുക്മിണി വിഷമുണ്ടെങ്കിലും ഭഗവത് ഭജനം മുടക്കിയില്ല. അതിന് ഫലം ഉണ്ടായില്ലേ? രുക്മിണീ ദേവി സങ്കടത്തോടുകൂടി ഉമ്മറത്തിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ദൂരെ നിന്നൊരു പുരുഷനും സ്ത്രീയും വരുന്നത് കണ്ടതായ സന്ദർഭത്തിൽ എന്താ തോന്നണത്? കോ ന്വയം നരവൈഡൂര്യം കസ്യവാ കമലേക്ഷണ ഹൃദ കയാവാ ജഠരേ കേയം ലബ്ധാത്വനേനവാ. രുക്മിണി ഇതെങ്ങനെ കാണുന്ന സമയത്ത് ഈ നരവൈഡൂര്യം, ഈ മനുഷ്യരത്നം ആരാണാവോ? ഇത്രയും സുന്ദരനായ ഈ കുട്ടിയെ ഗർഭത്തിൽ ധരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അമ്മ ആരാണാവോ എന്ന് പറഞ്ഞ് രുക്മിണി ഇങ്ങനെ ആലോചിക്കുക. രുക്മിണിയുടെ ഇടതുഭാഗം തുടിച്ചു അത്രേ. ഇടതുഭാഗം തുടിച്ചാൽ മംഗളകർമ്മങ്ങൾ നടക്കില്ലേ? അങ്ങനെ നോക്കണതായ സന്ദർഭത്തിൽ രുക്മിണി ആലോചിക്കുക, ഇപ്പോൾ
എൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനുണ്ടാകുമെങ്കിൽ ദാ ഈ പ്രായമായിട്ടുണ്ടാവും. ഇത്ര വർഷമായില്ലേ. ഏതത്തുല്യവയോരൂപോ യതി ജീവതി കുത്രചിത്. ജീവിച്ചിരിക്കണുണ്ടെങ്കിൽ ഇത്രയും പ്രായമായിട്ടുണ്ടാവും. അല്ല, ഇതെൻ്റെ മകൻ തന്നെയാണോ എന്നുള്ളതായ സംശയമുണ്ടായത്രേ. ആ സംശയം ഉള്ളതായ സന്ദർഭത്തിൽ സാക്ഷാൽ നാരദ മഹർഷി ആണത്രേ പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ അവിടെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ ഭാഗവതം പറയുന്നത് എന്താണെന്നറിയോ? വിജ്ഞാതാർത്ഥോഭിഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദന നാരദോ കഥയ സർവം ശംബരാഹരണാധികം. ഭഗവാൻ ഇതെല്ലാം അറിയുന്ന ആളാണ്. ഏറ്റവും സെറ്റ് കാര്യം അറിയുന്ന ആൾ ആരാണ്? പക്ഷെ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ഭഗവാനും എല്ലാ കാര്യവും അറിയാം. പക്ഷെ എന്താ, ഒരു വേഷം നമ്മൾ കെട്ടിയാച്ചാൽ അതിനനുസരിച്ചിട്ട് ആടണം. ഇതാ വേണ്ടത്. ഭഗവാൻ കാട്ടിത്തരും. ഭഗവാൻ ഇതെല്ലാം അറിയാം. പക്ഷെ അതുകൊണ്ട് ഭഗവാൻ സങ്കടം അനുഭവിക്കാതിരുന്നോ? ഒന്നുമില്ല. മനുഷ്യനാട്യത്തെ ഏറ്റവും ഭംഗിയായിട്ട് അനുഭവിക്കുന്നവനും കാട്ടിക്കൊടുക്കുന്നവനുമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം അറിയുന്നതായ ഭഗവാൻ സംസാരിക്കാതിരുന്നപ്പോൾ നാരദോ കഥയ സർവം ശംബരാഹരണാധികം. സർവ്വകാര്യങ്ങളും ശ്രീനാരദ മഹർഷി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. രുക്മിണി സന്തോഷിച്ചോളൂ കേട്ടോ, നിന്റെ മകൻ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ് ശംബരാസുരൻ തട്ടിക്കൊണ്ടുപോയതായ കഥ മുതൽ എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ആശ്ചര്യം. നഷ്ടപ്പെട്ടു, മരിച്ചു എന്ന് വിചാരിക്കുന്നതായ ഉണ്ണിയാണ് തിരിച്ചു വന്നത് എന്നുള്ളതായ ചിന്ത വന്നപ്പോൾ രുക്മിണീ ദേവി അത്യധികം സന്തോഷിക്കുകയുണ്ടായി എന്ന് പറയുന്നു. തച്ഛ്രുത്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതമിവാഗതം. ദ്വാരകാവാസികൾക്ക് സന്തോഷം. ഈ പ്രദ്യുമ്നം വരുമ്പോൾ കൃഷ്ണനാണോ എന്നുള്ളതായ ലജ്ജയാൽ അന്തപുരവാസികളൊക്കെ, സഹോദരിമാരൊക്കെ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ടായ അത്ര നാണം കൊണ്ട്, ഭഗവാനെ കാണുമ്പോൾ ഉള്ളതായ നാണം കൊണ്ട്. അത്രയും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതായ സ്വരൂപമാണ് ഉണ്ടായത്. ഈ ഉണ്ണിയെ എങ്ങനെ കണ്ടതോട് കൂടിയിട്ട് രുക്മിണീ ദേവിയുടെ അമ്മിഞ്ഞ ചുരന്നു, പാലൊഴുകാൻ വേണ്ടി തുടങ്ങി. ഇത്രയും കാലം കെട്ടി നിർത്തിയതായ സ്നേഹം മുഴുവൻ അമ്മിഞ്ഞ പാലായിട്ട് ഒഴുകാൻ വേണ്ടി തുടങ്ങി എന്ന് പറയുന്നു. അഹോ മൃത ഇവായാതോ ബാലോ ദിഷ്ടേതിഹാബ്രുവൻ. ദ്വാരകാവാസികൾക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടായി. നഷ്ടപ്പെട്ടു, മരിച്ചു എന്ന് വിചാരിച്ചതായ ഉണ്ണിയല്ലേ തിരിച്ചു വന്നത് എന്നുള്ളതായ ചിന്ത. ആ പ്രദ്യുമ്നൻ അവിടെ വളരുന്നതായ സന്ദർഭത്തിൽ അമ്മമാർക്ക് പോലും പ്രദ്യുമ്നനോട് കാമം തോന്നിയത്രേ. അത്രയും ഒരു തേജസ്സാണ് പ്രദ്യുമ്നനുണ്ടായത്. ദ്യുമ്നം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മുടെ വിഷയത്തിൽ ദ്യുമ്നം എന്ന് കാണാം. ദ്യുമ്നത്തിനായി അഷ്ടസിദ്ധികൾ എന്ന. ദ്യുമ്നം എന്നുള്ളതായ വാക്കിൻ്റെ അർത്ഥം സമ്പത്ത്, ധനം, ഐശ്വര്യം, പ്രകാശം എന്നൊക്കെ എന്നിങ്ങനെയാണ് ദ്യുമ്നം. ഇപ്പം സമ്പത്തുണ്ടാകാൻ, മഹത്വമുണ്ടാകാൻ, ഗാംഭീര്യമുണ്ടാകാൻ എന്ത് വേണം? അഷ്ടൈശ്വര്യാദികളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശരിയായ ദാമ്പത്യ ജീവിതമാണ് ഉണ്ടാകേണ്ടത്. ദാമ്പത്യ ജീവിതത്തിലൂടെ ലഭിക്കാത്തതായ ഐശ്വര്യാദികളൊന്നുമില്ല. അത് യഥാധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു. ഈ പ്രദ്യുമ്നൻ്റെ കഥയ്ക്കൊരു പ്രത്യേകത, പ്രദ്യുമ്നോൽപത്തി നിരൂപണം എന്നാണ് പറയുന്നത്. വേറെ ഏതെങ്കിലും അധ്യായം 335 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിലും നിരൂപണം എന്നുള്ള വാക്ക് പറയുന്നത് കാണാനുണ്ടാവില്ല. അത് ഈ അധ്യായത്തിന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേണ്ടതുപോലെ മനനം ചെയ്യേണ്ട അധ്യായമാണ് പ്രദ്യുമ്നോൽപത്തി എന്ന് പറയുന്നത്. എന്താ നഷ്ടപ്പെടുക? നമുക്കെല്ലാവർക്കും നഷ്ടപ്പെടുന്നത് മനസ്സാണ്. ഈ മനസ്സ് നഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. പല രീതിയിലുള്ളതായ ദുർവിചാരങ്ങളാൽ അല്ലെങ്കിൽ കോംപ്ലക്സുകളാൽ, പല രീതിയിലുള്ളതായ ദുഃഖങ്ങളാൽ അടിക്കടി മനസ്സിങ്ങനെ താണ് പോകുമ്പോൾ രുക്മിണിക്കതല്ലേ ഉണ്ടായത്? എന്തു ചെയ്യണം? നിശ്ചയമായിട്ടും ഭഗവത് ഭജനം തന്നെയാണ് കരണീയമായിട്ടുള്ളത്. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. അമ്മയെ നിരന്തരം ഓർമ്മിക്കുക, ഭഗവത് ഭജനം ചെയ്യുക. എങ്കിൽ നഷ്ടപ്പെട്ടതിനെയൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ എന്നൊക്കെ പറയുന്നത് പോലെ ധ്യാനാവസ്ഥയിൽ ഭഗവത് ഭജനം ചെയ്യണം. നാവുകൊണ്ടല്ല ജപിക്കേണ്ടത്, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ജപിക്കണം. അങ്ങനെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ജപിക്കുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്, ഫലമുണ്ടാകുന്നത്, ഈശ്വര സ്വരൂപം നന്നായി തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായ വിവാഹകഥ പ്രദ്യുമ്നോൽപത്തി.
പിന്നീട് സമന്തക കഥയിലൂടെ ഭഗവാൻ 2 വിവാഹം കൂടി ചെയ്യുന്നുണ്ട്. സമന്തക കഥയിലൂടെ ജാമ്പവതിയെയും സത്യഭാമയെയും ഭഗവാൻ വിവാഹം ചെയ്യുകയാണ്. ജാമ്പവതിയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ കഥ എന്നൊക്കെ രസികന്മാരായ ആചാര്യന്മാർ പറയാറുണ്ട്. ഭഗവാൻ സമ്മതിച്ചു. അത് ശംഖധ്വനിയാ മുഴങ്ങിയത്. നമുക്കറിയാം സമന്തക കഥയൊക്കെ, സത്രാജിത്തിന് മണി കിട്ടിയതുമൊക്കെ. ഈ സമന്തകം ആരുടെ കയ്യിലുണ്ടോ അവർക്ക് ആരോഗ്യമുണ്ടാകും എന്നാണ് പറയുന്നത്. അവിടെ ദുർഭിക്ഷം ഉണ്ടാകില്ല, അതിവൃഷ്ടി അനാവൃഷ്ടി സർപ്പാധിവ്യാധയോശുഭ, സർപ്പഭയമോ ശരീരദുഃഖമോ മനോദുഃഖമോ ഉണ്ടാവില്ല. ആധിവ്യാധികൾ എന്ന് പറഞ്ഞാൽ എന്താ? ആധി എന്ന് പറഞ്ഞാൽ മനോദുഃഖം, വ്യാധി എന്ന് പറഞ്ഞാൽ ശരീരദുഃഖം. ഇതാർക്കാ ഇല്ലാതിരിക്കുക? ആരുടെ കയ്യിലാണോ സമന്തകമണിയുള്ളത് അവർക്ക് ശരീരദുഃഖമോ മനോദുഃഖമോ ഉണ്ടാവില്ല. അപ്പോൾ എന്താ സമന്തകമണി? ഇവിടെ ഇരിക്കണ ആരുടെയും കയ്യിലുണ്ടോ? പറയൂ. ഇല്ലാത്തത് കൊണ്ടാണ് ശരീരദുഃഖവും മനോദുഃഖവും വരുന്നത്. ആ സമന്തകമണി എന്ന് പറയുന്നത് എന്താ? സത്യത്തിൽ സൂര്യൻ്റെ ഊർജമാണ്. ആ സൂര്യോർജം വേണ്ടതുപോലെ നമുക്ക് ഏറ്റാൽ മാത്രമേ നമ്മുടെ ബുദ്ധി പ്രയോജനപ്രദമാവുകയുള്ളൂ. ഓം ഭൂർഭുവസ്സുവ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഞങ്ങളെ പ്രചോദിപ്പിക്കണം. പ്രചോദിപ്പിക്കൽ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലയോ സൂര്യഭഗവാനെ, അങ്ങയുടെ തേജസ്സുകൾ, ദീപ്തമായ രശ്മികൾ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് ബുദ്ധി പ്രകാശിക്കാത്തത്? സൂര്യ രശ്മികൾ ഏൽക്കണില്ല. ഒരു പാടത്ത് പണിയെടുക്കുന്നതായ ഒരാൾക്കാണോ, അല്ല ഒരു AC റൂമിൽ ഇരുന്ന് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്ന ഒരാൾക്കാണോ ആരോഗ്യം ഉണ്ടാവുക? പറയൂ. അല്ലേ? എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമന്തകം ഉണ്ട് എന്നാണ് പറയുന്നത്. ആരുടെ കയ്യിലാണോ സമന്തകമുള്ളത് അവർക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ കാര്യം ജീവിതവുമായി ബന്ധപ്പെടുത്തി ആലോചിച്ച് നോക്കൂ. ആരാണോ ഗായത്രി, പ്രത്യക്ഷ നാരായണമൂർത്തിയായ ഗായത്രിയെ ഉപാസിക്കുന്നത്, ത്രിസന്ധ്യകളിലും ഗായത്രിയെ ഉപാസിക്കുന്നത്, അവർക്ക് ആരോഗ്യമുണ്ടാകും. ഗാതാരം ത്രായതേ യസ്മാത് ഗായത്രി എന്ന് പറയാറില്ല. വാസുദേവന്റെ അംശമായിട്ടാണ് പ്രദ്യുമ്നൻ ഉണ്ടായത്. വസു എന്നുള്ളതായ വാക്കിൻ്റെ അർത്ഥം തന്നെ ഏതൊന്നിനാലാണോ ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്നത് അതാണ് വസു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഇവനിൽ എല്ലാം നിറഞ്ഞിരിക്കുന്നു, ഇവനാണ് എല്ലാറ്റിനും കാരണം, അതാണ് വസു എന്ന് പറയുന്നത്. ആ വസുദേവന്റെ മകനല്ലേ വാസുദേവൻ എന്ന് പറയുന്നത്. വാസുദേവൻ എന്നുള്ളതായ വാക്കിൻ്റെ അർത്ഥവും എല്ലാറ്റിനും ആധാരഭൂതമായവൻ എന്നാണ്. എല്ലാ ജീവരാശികളിലും എല്ലാ ചലങ്ങളിലും അചലങ്ങളിലും കുടികൊള്ളുന്നതായ ചൈതന്യമെന്തോ ആ ചൈതന്യത്തിൻ്റെ പേരാണ് വസു എന്ന് പറയുന്നത്, വാസുദേവൻ എന്ന് പറയുന്നത്. നന്നായിട്ട് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ വാസുദേവന്റെ പുത്രനാണ് കാമൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണ് നാം ഗ്രഹിക്കാനുള്ളത്. വസുഭി ദിവ്യതേ ഇതി വാസുദേവ എന്ന് പറയുന്നു. സർവഭൂതേഷു വസതി ഇതി വാസു, എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്ന ചൈതന്യത്തിൻ്റെ പേര് വാസു എന്ന് പറയുന്നു. ഇവനിൽ എല്ലാം വസിക്കുന്നു, സർവഭൂതങ്ങളിലും വസിക്കുന്നത് കൊണ്ട് വാസുദേവൻ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളതായ വാസുദേവന്റെ മകനായിട്ടാണ് നേരത്തെ പറഞ്ഞ കാമനൊക്കെ ജനിച്ചത്. ഇവിടെ ഇതാ ഈ സത്രാജിത്ത് എന്ന് പറയുന്നതായ യാദവ പ്രമാണി സൂര്യഭക്തനായതുകൊണ്ട് സൂര്യൻ കനിഞ്ഞു നൽകി സമന്തകം എന്ന് പറയുന്നതായ മണി. നമുക്കും അത് ലഭിക്കട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഡി എന്നുള്ളത് കുറവ് കേരളത്തിലുള്ളവർക്കാണ്. എനിക്കുണ്ട് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. 60,000-40,000 യൂണിറ്റുള്ള ഗുളികയൊക്കെ കഴിക്കാൻ കിട്ടും. ഡോക്ടർ എന്താ പറയാന്നറിയാം, പോയി ഏറ്റവും നല്ലത് വെയിൽ കൊള്ളലാണ്. ഈ ഗുളിക കഴിച്ചാലും മതി. നമ്മൾ എന്ത് ചെയ്യും? സൗജന്യമായിട്ട് കിട്ടുന്ന വെയിൽ കൊള്ളൂ, അല്ല കാശ് കൊടുത്ത് ഗുളിക വാങ്ങിക്കുക. ആലോചിച്ച് നോക്കൂ. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്നുള്ള മന്ത്രമാതാവായ ഗായത്രി ഉച്ചരിക്കുന്നതായ ഭാരതത്തിൽ സമന്തകത്തോട് നമുക്ക് വിരോധം. വെയിൽ കൊള്ളാൻ, മണ്ണിൽ ചവിട്ടാൻ വിരോധം, അല്ലേ? മഴ കൊള്ളാൻ വിരോധം. ഇതൊക്കെ കൊള്ളുമ്പോഴാണ് നമുക്ക് ഗുണമുണ്ടാകുന്നത്. എല്ലാ ചെടികൾക്കും എല്ലാ സസ്യലതാദികൾക്കും ഔഷധ ഗുണമുണ്ട്. ശരിയാണോ തെറ്റാണോ? നാസ്തി മൂലം അനൗഷധം, ഔഷധമല്ലാത്ത ഒരു വേര് പോലും ഈ പ്രപഞ്ചത്തിലില്ല. എന്താ കാരണം? ചെടികൾക്ക് ഔഷധ ഗുണമുണ്ടാകുന്നത് വെയിലും മഴയും വിശേഷിച്ച് മഞ്ഞ് കൊള്ളുന്നത് കൊണ്ടാണ്. ചെടികൾക്ക്
ഔഷധ ഗുണമുണ്ടാകുന്നത് വെയിലും മഴയും വിശേഷിച്ച് മഞ്ഞ് കൊള്ളുന്നത് കൊണ്ടാണ്. എന്താ മനുഷ്യന് ഗുണമില്ലാത്തത് മനസ്സിലായില്ലേ? നോക്കൂ, ഇതൊക്കെയാണ് കാരണമെന്ന് പറയുന്നത്. ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഐശ്വര്യാദികൾക്ക് നിദാനമായിരിക്കണം. ദ്യുമ്നം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, സമ്പത്ത്, ഐശ്വര്യം, പ്രകാശം നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അഷ്ടൈശ്വര്യാദികൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരിക്കേണ്ടത് സൂര്യഭഗവാനെയാണ് എന്ന് ശമന്തക കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അർത്ഥാനാമാർജനെ ദുഃഖം മാർജിതാനാം ദുരക്ഷണേ അയേ ദുഃഖം വ്യയേ ദുഃഖം അർത്ഥ കിം ദുഃഖഭാജനം എന്ന് നീതിസാരത്തിൽ പറയുന്നുണ്ട്. പണം ആളെ കൊല്ലിയാണ് എന്നുള്ളത് അന്വർത്ഥമാവുകയാണ് സമന്തക കഥയിലൂടെ. ധനം സമ്പാദിക്കരുത് എന്ന് ഒരാചാര്യനും പറഞ്ഞിട്ടില്ല, ഉണ്ടോ? പക്ഷേ ശങ്കരാചാര്യസ്വാമികൾ എന്ത് പറഞ്ഞു? ഹേ മൂഢാ ജഹീഹി ധനാഗമ തൃഷ്ണാം. നിങ്ങൾ ധനത്തോടുള്ള തൃഷ്ണയെ ഉപേക്ഷിക്കൂ, അത്യാഗ്രഹത്തെ ഉപേക്ഷിക്കൂ. ധനം എല്ലാവർക്കും വേണം, പക്ഷേ അത്യാഗ്രഹം പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സത്രാജിത്ത് ഭഗവാൻ പറഞ്ഞു അത് യദുരാജനായിട്ട് സമർപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ ചോദിച്ചിട്ടും കൊടുത്തില്ല. ഭഗവാന് ചോദിക്കാതെ കൊടുക്കുകയാണ് വേണ്ടത്. ആ യാജ്ഞാഭംഗത്തിൻ്റെ ദോഷം മനസ്സിലായില്ല. എന്താ ഉണ്ടായത്? പണം ആളെ കൊല്ലി എന്ന് പറയുന്നത് പോലെ മരണമല്ലേ ഒടുവിലുണ്ടായ. സത്രാജിത്തും കൊല്ലപ്പെട്ടു, പ്രസേനനും കൊല്ലപ്പെട്ടു. ആ പ്രസേനനെ കൊന്നത് ഈശ്വരനാണ് എന്നുള്ളതായ അപവാദ പ്രചാരമുണ്ടായപ്പോൾ ഭഗവാൻ തന്നെ അപവാദ പ്രചാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ജാമ്പവാന്റെ ഗുഹയിലേക്ക് പോയതും 28 നാൾ ജാമ്പവാനുമായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്തില്ലേ? എന്തിനാ 28 ദിവസം നിന്നത്? എന്തിനാ 28 ദിവസം നിന്നത്? ഒന്നാമത്തെ ദിവസം പോയിട്ട് ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞ് ജാമ്പവാൻ മണി കൊടുക്കില്ലേ? ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുടെ സാമീപ്യം വേണമെന്നാണ്. ശ്രീരാമാവതാര കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതായ ജാമ്പവാന്റെ കൂടെ കുറച്ച് ദിവസം കൂടി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഭഗവാൻ മിണ്ടിയില്ല ഞാൻ കൃഷ്ണനാണ് എന്ന്. ആ പാവൻ ജാമ്പവാൻ തൻ്റെ കഴിവിനനുസരിച്ച് ക്രവ്യാർത്ഥേശേനയോരിവ മാംസകഷ്ണത്തിന് വേണ്ടിയിട്ട് കഴുകന്മാർക്ക് അടിപിടി കൂടുന്നത് പോലെ ഭഗവാനും ജാമ്പവാനെ യുദ്ധം ചെയ്തു. 28ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഭാഗവതം പറയുന്നു, കൃഷ്ണമുഷ്ടി വിനിഷ്പാദ നിഷ്പിഷ്ടാംഗോരുബന്ധനം ക്ഷീണസത്വസിന്നഗാത്ര തം ആഹാദീവ വിസ്മിത. 28ാമത്തെ ദിവസമാകുമ്പോൾ ക്ഷീണസത്വ ശുന്നഗാത്ര, വേർപ്പ് പൊടിയാൻ തുടങ്ങി, ശരീരം ക്ഷീണിക്കാൻ വേണ്ടി തുടങ്ങി, മനസ്സ് തളരാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് ആലോചിക്കാൻ തുടങ്ങിയത്, എന്നോട് യുദ്ധം ചെയ്യുന്ന വ്യക്തി 28 ദിവസമായിട്ടും വളരെ ഫ്രഷായിട്ട് നിൽക്കുന്നു, എനിക്കാണെങ്കിൽ അനുദിനം എന്നോണം ക്ഷീണം സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തി സാധാരണക്കാരനല്ല എന്ന് തീരുമാനമായി. എത്ര ദിവസം കൊണ്ടാണ് തീരുമാനമായത്? നമുക്കിപ്പോൾ എത്ര വയസ്സായി? ഈ വയസ്സായിട്ടും ഈ തീരുമാനം നമുക്കുണ്ടായോ? ഞാൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിലുള്ളതായി ഈശ്വരൻ സാധാരണക്കാരനല്ല എന്നുള്ള ബോധം നമുക്ക് വന്നോ? 28 ദിവസം കൊണ്ട് പൂർവജന്മ സ്മരണ കൊണ്ട് പുണ്യം കൊണ്ട് ജാമ്പവാനൊരു ബോധമുണ്ടായി, ഇത് സാധാരണക്കാരനല്ല എന്നുള്ളതായ ബോധമുണ്ടായി. ഒന്ന് കണ്ണു തുറന്ന് നോക്കി, ആത്മവിചാരം വിവേകത്തോടു കൂടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആരാണ് മുന്നിൽ നിൽക്കുന്നത്. ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജസ്സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. ജാനേ ത്വാം സർവഭൂതാനാം, സർവഭൂതജാലങ്ങളിലും പ്രാണനും ഓജസ്സും സഹസ്സും ബലവുമായി നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, ആദിനാരായണൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നറിഞ്ഞതായ ജാമ്പവാന്റെ സങ്കടം. എന്താ ഭഗവാൻ വന്നപ്പോൾ ഞാൻ കൊടുത്തത്? ഭഗവാൻ വന്നാൽ കാല് കഴുകിച്ച് അമൃതയത്ത് നൽകുകയല്ലേ വേണ്ടത്? പാവം കുചേല ബ്രാഹ്മണനെ പോലും ഭഗവാൻ സ്വീകരിച്ച് കാല് കഴുകി അർഘ്യപാദ്യാദികൾ നൽകിയിട്ട് സ്വീകരിച്ചില്ലേ? ആ പൊന്നു ഗുരുവായൂരപ്പൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? എന്താ കൊടുത്ത പുഷ്പാഞ്ജലി? ഇടി പുഷ്പാഞ്ജലിയാ, മുഷ്ടി ചുരുട്ടിയിട്ട് കേശവായ നമ മാധവായ നമ അല്ലേ? ഇങ്ങനെ ഒരു പുഷ്പാഞ്ജലി ആരെങ്കിലും ഭഗവാന് കൊടുത്തിട്ടുണ്ടോ? സങ്കടമായി, സങ്കടം കൊണ്ട് കണ്ണീരൊഴുക്കണതായി അമ്മവാനെ കെട്ടിപ്പിടിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, അഭിമൃശ്യാരവിന്ദാക്ഷം പാണിനാശം കരണതം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാ. ആ ജാമ്പവാനെ തലോടിക്കൊണ്ട് ഭഗവാൻ പറയുന്നതായ വാക്കുകൾ. ജാമ്പവാൻ കണ്ണീരൊഴുക്കണു. കൃഷ്ണ, 1-ാം ദിവസം
ഞാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞാൽ പോരെ, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണോ എന്ന് ജാമ്പവാൻ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, മണിയുമായി ബന്ധപ്പെട്ട അപവാദത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ പറഞ്ഞതായ സന്ദർഭത്തിൽ ജാമ്പവാൻ എന്ത് ചെയ്തു? സമന്തക മണിയെയും തൻ്റെ പുത്രിയായ ജാമ്പവതിയെ കൂടി ഭഗവാന് കൊടുത്തു എന്നാണ് പറയുന്നത്. തിരിച്ചുപോയി സത്രാജിത്തിനെ കൊണ്ടുവന്ന് മണിയെ കൊടുത്തു. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തിയത്രേ. സത്യം അറിയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്ന് പറയാറില്ലേ? ഈ സത്യം അറിഞ്ഞപ്പോൾ സത്രാജിത്തിന് വലിയ വിഷമമായി. ഈ സത്രാജിത്ത് ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മകളായ സത്യഭാമയെ കൂടി നൽകുകയുണ്ടായത്രേ. ഇത് മറ്റൊരാൾക്ക് നൽകാൻ വേണ്ടി വച്ചതാണ് സത്യഭാമയെ. ശതധന്വാവിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചതാണ് സത്യഭാമയെ. പക്ഷേ അത് കൊടുക്കാൻ ആ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് ഭഗവാന് കൊടുത്തപ്പോൾ ശതധന്വാവിന് കോപം വരികയും ശതധന്വാവൊക്കെ പോയിട്ട് സത്രാജിത്തിനെ വധിക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ, പണം ആളെ കൊല്ലി എന്ന് പറയുന്നത് സത്യമായില്ലേ? അവനവൻ്റെ ശരീരത്യാഗം ഇതുകൊണ്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് അർത്ഥാനാം ആർജനേ ദുഃഖം ആർജിതാനാം തു രക്ഷണേ. പണം സമ്പാദിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ, സമ്പാദിച്ച പണം സൂക്ഷിക്കാൻ വിഷമം, ചെലവാകുമ്പോഴോ അതേ ദുഃഖം, ദുഃഖം വരുമ്പോഴും ദുഃഖം, പോകുമ്പോഴും ദുഃഖം എന്നാണ് പറയുന്നത്. അർത്ഥക്കും ദുഃഖഭാജനം. പണം എന്ന് പറയുന്നത് ദുഃഖമിട്ട് വെക്കാനുള്ള പാത്രമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാം സമ്പാദിച്ചതായ ധനം പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ദുഃഖത്തെ തരും. പണമുള്ളവരൊക്കെ കേട്ടോളൂ ശ്രദ്ധിച്ചിട്ട്. അവനവന് വിവേകമുള്ളപ്പോൾ ആ ധനത്തെ ധർമ്മത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരു കാലം കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച പണം പോലും നമുക്ക് എന്താ തരിക? ദുഃഖമാണ് തരിക. അതില്ലാതിരിക്കണമെങ്കിൽ ബുദ്ധിയുള്ള സമയത്ത് ശരീരം അനങ്ങുമ്പോൾ ഉള്ള ധനത്തെ ധർമ്മത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയുള്ളതായ ഭഗവാന്റെ സമന്തകം എന്നുള്ളതായ കഥയ്ക്ക് ശേഷമാണ് അഷ്ടമഹിഷികളിൽ 5 പേരെ കൂടി ഭഗവാൻ സ്വന്തമാക്കുന്ന കഥ പറഞ്ഞത്. ഇത് പറയാനാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്, ഈ ഭാഗങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ തുടങ്ങിയതായ കന്യകാരത്നങ്ങളെ ഭഗവാൻ സ്വന്തമാക്കുന്നതായ കഥ. അപ്പോൾ ഈ 5 പേരും കൂടി കഴിഞ്ഞാൽ 8 വിവാഹമായി. രുക്മിണി സ്വയംവരം വിശദമായിട്ട് പറഞ്ഞു, ശരിയല്ലേ? അതെ. അത് കഴിഞ്ഞ് 2 കല്യാണ കഥ 2 അധ്യായത്തിലൂടെ പറഞ്ഞു, ശരിയല്ലേ? പിന്നീട് 5 കല്യാണ കഥ ഒറ്റ അധ്യായത്തിലാണ് പറയുന്നത്. പറഞ്ഞ് വേദവ്യാസ മഹർഷിക്ക് തന്നെ മടുത്തോ എന്നൊരു സംശയം. അത് കഴിഞ്ഞ 16,000-ലധികം ഭാര്യമാരുടെ കഥ നരകാസുരവധത്തിൽ പറയും. ഇങ്ങനെ കല്യാണ കഥ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ 5 പേരെ ഭഗവാൻ സ്വന്തമാക്കുന്നതായ രംഗം. ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പാണ്ഡവന്മാർ. ഭഗവാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരും പാണ്ഡവാദികളെ കാണാൻ. ഭഗവാൻ വരുന്നുണ്ടെന്ന് കേട്ട കാത്തിരിക്കൂട്ടോ പാണ്ഡവന്മാർ. കാരണം പ്രാണനാണ്, ആത്മസഖാവാണ്. ഭഗവാൻ വന്നാൽ എന്താ ഉണ്ടാവുക നോക്കൂ. ഭഗവാന്റെ ഒന്നെല്ലാവരും സങ്കല്പിച്ച് നോക്കൂ. പാണ്ഡവാദികളൊക്കെ അവിടെയുണ്ട്. ഇരിക്കുന്നതായ സദസ്സിലേക്ക് ഭഗവാൻ ഇങ്ങനെ കയറി വരിക. പൊന്നു ഗുരുവായൂരപ്പൻ കയറി വന്നാൽ എന്താ ചെയ്യണത് നോക്കൂ. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാത യമാഭ്യാം ചാഭിവന്ദിത. ഭഗവാൻ ഇങ്ങനെ വന്നു, 5 പേരും എഴുന്നേക്കണു. ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം. യുധിഷ്ഠിരൻ്റെയും ഭീമൻ്റെയും കാലിൽ പോയി നമസ്കരിക്കണു. ആര് പറയൂ? ഭഗവാൻ. തന്നേക്കാൾ പ്രായം കൂടിയവരാ. ഭഗവാനാണ് പോയിട്ട് നമസ്കരിക്കേണ്ടത്. ഇത്രയും കാലം ഭാഗവതം കേട്ടിട്ടും ഏതെങ്കിലും ഒരു ഗൃഹത്തിലേക്ക് നാം പോയാൽ അവിടെയുള്ള പ്രായമായവരുടെ കാലിൽ നമസ്കരിക്കാൻ നമുക്ക് തോന്നാറുണ്ടോ? ആലോചിച്ച് നോക്കൂ. എന്തിനാ ഭാഗവതം കേൾക്കണത്? ഭഗവാൻ ഒരു റോൾ മോഡലായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. തന്നേക്കാൾ പ്രായമുള്ള യുധിഷ്ഠിരൻ്റെയും ഭീമൻ്റെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എത്രയെത്രയോ വീടുകളിൽ അപൂർവമായിട്ട് നാം പോകുമ്പോൾ പോലും അവിടെയുള്ളതായ പ്രായമായവരുടെ പാദങ്ങളിൽ ഒന്ന് തൊട്ട് വന്ദിക്കുവാൻ, ഒന്ന് നമസ്കരിക്കുവാൻ നമുക്ക് തോന്നാറില്ല. പക്ഷേ ഇതൊക്കെ ഉദീജീഹി മനുഷ്യാണന്തൊക്കെ എന്ന് പറയുന്നത് പോലെ വടക്കൻ തെക്കിലേക്ക് പോയാൽ, കാസർഗോഡ് വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ സാധിക്കും. എത്രയോ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രായമായവരെ നമസ്കരിച്ച് പോകുമ്പോഴോ വരുമ്പോഴോ നമസ്കരിക്കുന്ന കാഴ്ച കാണാനും ചെയ്യുവാനുമുള്ളതായ അനുഗ്രഹം ഭഗവാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ കാട്ടിത്തരുന്നു, അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഫാൽഗുനം പരിരഭ്യാത. അർജുനൻ എന്ത് ചെയ്തു? കെട്ടിപ്പിടിക്കുക. എന്താ കാരണം?
തുല്യ വയസ്സാ, തുല്യ വയസ്സ്. പിന്നെയോ യാമാഭ്യാം ചാഭിവന്ദിത. നകുല സഹദേവന്മാരെല്ലാവരെയും കണ്ടപ്പോൾ എന്ത് ചെയ്തു? തൊഴുതു. ഇതെങ്കിലും ചെയ്യുമോ നമ്മൾ? ആലോചിച്ച് നോക്കൂ, എത്ര കഷ്ടമാണ്. സനാതന ധർമ്മത്തിൻ്റെ വിശ്വാസികളാണ് നമ്മളെല്ലാവരും. ധർമ്മം അനുശാസിക്കുന്നത് ഏവരുടെയും അകത്തുള്ളതായ ചൈതന്യത്തെ പരസ്പരം ഭാവയന്ത, പരസ്പരം ആദരിക്കണമെന്നുള്ളതാണ്. പരസ്പരം ആദരിക്കണമെന്നുള്ളതാണ്. ഇന്നലെ എറണാകുളത്ത് ഭാഗവത സപ്താഹം ആരംഭിച്ചു. മിനിഞ്ഞാന്ന് വൈകുന്നേരം തന്ത്രീശ്വരൻ വന്ന് നിലവിളക്ക് കൊളുത്തിയിട്ട് ഒറ്റ നമസ്കാരം എൻ്റെ പാദങ്ങളിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നത് ശരീരത്തെ അല്ല, ഞാൻ അങ്ങോട്ട് നമസ്കരിച്ചു. കാരണം എന്താ? ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. ആർക്കും ആരെയും നമസ്കരിക്കാം, തൊഴാൻ വേണ്ടി സാധിക്കണമെന്നാണ് പറയുന്നത്. ഇതം നമമ എന്നുള്ള യജ്ഞ സന്ദേശമാണ് തൊഴുന്നതിലൂടെ നാം പ്രാവർത്തികമാക്കേണ്ടത്. ഭഗവാൻ ഇങ്ങനെ കാട്ടിത്തരികയാണ്. പാഞ്ചാലി ദേവി വന്നിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. അവിടെ നിന്ന് ഭഗവാൻ അകത്തേക്ക് പോയിട്ട് കുന്തിദേവിയെ കാണുന്നതായ രംഗം. ഒരു ഉത്തമ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഒരു ധർമ്മത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവൻ എങ്ങനെ പെരുമാറണമെന്ന് ഭഗവാൻ കാട്ടിത്തരികയാ. ജീവിത വിജയമുണ്ടാകണമെങ്കിൽ, അഷ്ടൈശ്വര്യാദികൾ നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ധർമ്മത്തെ ആചരിക്കണം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല, തിന്നുവോ? ധർമ്മം എന്ന് പറയുന്നത് ശാസ്ത്രം പ്ലസ് ആചാരം ചേർന്നതാണ്. ധർമ്മം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആചാരമുണ്ടാകണം, ശാസ്ത്രബോധവും ഉണ്ടാകണം. പലപ്പോഴും നമുക്ക് ആചാരങ്ങളുണ്ട്, ശാസ്ത്രബോധമില്ല. ശാസ്ത്രബോധമില്ലവർക്ക് എന്തില്ല? ആചാരവുമില്ല. ഇത് രണ്ടും സമഞ്ജസമായി ചേരുമ്പോഴാണ് ശാസ്ത്രം പ്ലസ് ആചാരം ഈസ് ഈക്വൽ ടു സനാതന ധർമ്മം എന്ന് വിശ്വസിക്കാം. ശാസ്ത്രത്തെ പറഞ്ഞു കൊടുക്കാൻ ആചാര്യന്മാർക്ക് സാധിക്കണം, അത് ആചരിച്ച് കാട്ടിക്കൊടുക്കുവാനും ആചാര്യന്മാർക്ക് സാധിക്കണം. ഇവിടെ ഭഗവാൻ ഒരു ഉത്തമ ആചാര്യനായി മാറുകയാണ് ചെയ്യുന്നത്. ഐശ്വര്യാദികൾ ലഭിക്കാൻ എന്താണ് വേണ്ടത്? ഭഗവാൻ കാട്ടിത്തരുന്നു. അങ്ങനെ ദേ അങ്ങ് അകത്തേക്ക് പോയി കുന്തി മാതാവിൻ്റെ കട്ടിലിൽ പോയിരുന്ന ആ മാതാവിൻ്റെ കൈ പിടിച്ച് അമ്മയോട് കുശലം പറയണു. ഭഗവാനെ കണ്ടപ്പോൾ തന്നെ കുന്തിയുടെ കണ്ണീരിങ്ങനെ ഒഴുകാൻ വേണ്ടി തുടങ്ങി. ഏതേത് ആപൽഘട്ടങ്ങളിലും തനിക്ക് തുണയായിട്ട് ഭഗവാൻ മാത്രമാണുള്ളത് എന്നുള്ളതായ ചിന്തയോടുകൂടി ജീവിക്കുന്നതാണ് കുന്തിദേവി. ഒരു നിമിഷം പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. കുന്തിയോളം ദുരിതമനുഭവിച്ചവർ, ദുഃഖമനുഭവിച്ചവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ട് ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളതായ ഉത്തമ ബോധത്തോടു കൂടി ജീവിച്ചു കുന്തിദേവി. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ ഭഗവാനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ഭഗവാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഷഡ്ഗുണ പരിപൂർണൻ എന്നാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രീഹ വൈരാഗ്യസ്യാഥ മോക്ഷസ്യ ഷണ്ണാം ഭഗ ഇതീരിതഃ. ഭഗങ്ങളുള്ളവനാണ് ഭഗവാൻ. നമുക്കുണ്ടോ ഭഗങ്ങൾ? ഭഗം എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ എന്നാണ് അർത്ഥം. 6 ഗുണങ്ങളെയാണ് വിശേഷമായിട്ട് ഭഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുക. ഈ 6 ഗുണങ്ങളുള്ളവനാണ് ഭഗവാൻ. ഗുണങ്ങളുള്ളവനൊക്കെ ഭഗവാനാണ്. എന്തിനാ സത്സംഗത്തിൽ പങ്കെടുക്കണത്? എന്തിനാ ഭഗവാന്റെ വിവാഹകഥ കേൾക്കണത്? നമ്മുടെ ഉള്ളിലുള്ളതായ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ഗുണങ്ങളെ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ നാം ഈശ്വരത്വത്തോളം ഉയരുകയാണ് ചെയ്യുന്നത്, നാം ഈശ്വരനായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുണങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി സാധിക്കണം. ഭഗവാൻ അങ്ങനെ അർജുനനുമായി സഞ്ചരിക്കുന്നതായ സന്ദർഭത്തിൽ, കാളന്തി പുലനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിലാണ് ദൂരെയായിട്ടൊരു പെൺകുട്ടിയെ കണ്ടത്. അർജുനൻ ചെന്നു. ആരാ നീ? ആരുടെ മകളാണ് എന്നൊക്കെ ചോദിച്ചു. എന്തിനാണ് ഇവിടെ തപസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ കാളിന്തി പറയുകയുണ്ടായത്രേ. കലയ പർവ്വതത്തിൽ നിന്നും ഉണ്ടായത് കൊണ്ട് കാളിന്തി എന്നുള്ളതായ നാമത്തെ പ്രാപിച്ചവളായ യമുനാദേവി. ആ കാളിന്തി എന്താ പറഞ്ഞത്? അഹം ദേവസ്യ സവിദുഹു ദുഹിതാപതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപ പരമമാസ്ഥിത. വരേണ്യനായ മഹാവിഷ്ണു ഭഗവാനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് തപസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ദേ അർജുനൻ അവളെയും കൂട്ടി ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. ഏത് വഴിയെ പോയാലും ഭഗവാനെ ലഭിക്കുന്നത് ഭാര്യമാരെയാണ്. അങ്ങനെ കാളന്തിയെ സ്വന്തമാക്കി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിവരെയൊക്കെ സ്വന്തമാക്കി. പിന്നീട് നരകാസുരനെ വധിച്ചിട്ടാണ് 16,000-ലധികം ഭാര്യമാരെ സ്വന്തമാക്കുന്നത്. നരകാസുരൻ്റെ പ്രത്യേകത എന്താണ്? നരകാസുരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മൾ? നരകാസുരനെ കണ്ടിട്ടുണ്ടോ? കാണാൻ എളുപ്പ വഴി. ഏതൊന്ന് നല്ലത് കണ്ടാലും വേണമെന്ന് തോന്നും. ആർക്ക്? നരകാസുരൻ എന്ന് പറയല്ലേ, ഇത്ര സപ്താഹമായി കേൾക്കണത്. ഏതൊന്ന് നല്ലത് കണ്ടാലും വേണമെന്ന് തോന്നുന്ന മനസ്സാണ് നരകാസുരൻ എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലാണോ നരകാസുരൻ ഉള്ളത്? നമ്മുടെ ഉള്ളിലാണോ?
നല്ലതേത് കണ്ടാലും വേണമെന്ന് തോന്നുകയും അതിനെ ഏതു രീതിയിലും സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് ഏത് കുൽസിത മാർഗവും പ്രയോഗിക്കുന്നതായ ആസുരികമായ ചിന്തയുള്ളവനാണ് നരകാസുരൻ. ഇന്നുമുണ്ട്. നരകാസുരനെ വധിക്കണമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അവനവൻ്റെ ഉള്ളിലുള്ളതായ ഈ തൃഷ്ണയെ, ഈ ഭോഗതൃഷ്ണയെ, അമിതമായ സുഖാസക്തിയെ, ഇതൊക്കെ ഇല്ലാതാക്കണം. ആ നരകാസുരനെ ഇല്ലാതാക്കാൻ ദേവേന്ദ്രൻ ആശ്രയിച്ചത് ഭഗവാനെയാണ്. ഏറ്റവും പ്രയാസം എന്താ? ഭഗവാനോട് പറയുന്നുണ്ട് അർജുനൻ, മന്ദരപർവ്വതത്തെ പൊടിയാക്കി കഴിക്കാൻ, സമുദ്രത്തെ കുടിച്ച് വറ്റിക്കാം, പക്ഷേ ഭഗവാനെ, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് ഇതിനെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിനെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമീയുലകിൽ. ആരുടെ മനസ്സിലാണോ എൻ്റെ പൊന്നുഗുരുവായൂരപ്പൻ നിറഞ്ഞു നിൽക്കുന്നത്, ആ മനസ്സാകെ നിറഞ്ഞു നിൽക്കുന്നതായ ചൈതന്യത്തിന് മാത്രമേ മനസ്സിനെ അടക്കി നിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് ഗുരുവായൂരപ്പൻ തോന്നിക്കണം എന്നാണ് പറയുന്നത്. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ, ഇല്ലേ? ചിന്താമണി ഗൃഹാന്തസ്ഥ. ഓരോ പദത്തിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായ ജാജ്വല്യമാനമായ അർത്ഥസമ്പുഷ്ടതയെ നമ്മൾ സത്സംഗത്തിലൂടെ ഗ്രഹിക്കണം. ഇവിടെ നരകാസുര ഭാവത്തെ ഇല്ലാതാക്കണം. ആ നരകാസുരൻ 16,000-ലധികം ഷഡ്സഹസ്രാധികായുധം എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറയണില്ല, പക്ഷേ വിഷ്ണു പുരാണത്തിൽ 16,100 എന്ന് ക്ലിപ്തപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇനി എണ്ണാൻ തുടങ്ങിയിട്ട് തെറ്റിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല. അവസാനം മടുക്കുമല്ലോ. അപ്പോൾ 16,000-ലധികം എന്നാണ് പറയണത്. ഈ ബലാത്കാരേണ ഈ അസുരൻ കൊണ്ടുപോയതായ 16,000-ലധികം കന്യമാരെ ഭഗവാൻ മോചിപ്പിക്കുകയാണ്. അവരെ അനാഥകളാക്കി പറഞ്ഞേക്കണമോ സനാഥകളാക്കണോ? ഇതാണ് ഭഗവാന്റെ മുന്നിലുള്ള ചോദ്യം. പലരും നമ്മുടെ ധർമ്മത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭഗവാൻ 16,000-ലധികം കല്യാണം കഴിച്ച ലമ്പടനല്ലേ എന്ന് പറയുമ്പോൾ അതേ എന്ന് ധൈര്യമായിട്ട് പറയണം. ഇതുപോലൊരു ഈശ്വരനെ ഏത് പ്രപഞ്ചത്തിൽ, ഏത് ഗ്രന്ഥത്തിൽ, ഏത് നാട്ടിൽ കാണാൻ വേണ്ടി സാധിക്കും? 16,000-ലധികം സ്ത്രീകളുടെ ഭർത്താക്കന്മാരായിരിക്കുക. ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ആഹാരം, വസ്ത്രം, പാർപ്പിടം, അവർക്ക് സർവോപരി സംരക്ഷണം കൊടുക്കണം. എത്ര അനാഥകളായേക്കാവുന്നതായ സഹോദരിമാർക്കാണ് എൻ്റെ ഗുരുവായൂരപ്പൻ സംരക്ഷണം കൊടുത്തത്. അഭിമാനം തോന്നണില്ലേ നമുക്ക് സാധിക്കുമോ? വീട്ടിൽ ആരാ ഉള്ളത്? ഭാര്യയും മകനും. അമ്മ എവിടെയാണ് ഉള്ളത്? അമ്മ വീട്ടിലാണ്. എവിടെ? അമ്മയുടെ. ആരാ കൂടെയുള്ളത്? ആരുമില്ല. അതെന്താ അമ്മയെ കൊണ്ട് നിർത്താത്തത്? ഭാര്യയും 2 മക്കളും, അതിൽ നിന്ന് ഒരാളെ പോലും അധികം സഹിക്കുവാനോ പോറ്റുവാനോ ഇഷ്ടമല്ലാത്ത കാലത്താണ് നാം ജീവിക്കണതല്ലേ? ആലോചിച്ച് നോക്കൂ. ഞാനൊരു അനാഥ കുട്ടിയെ തരാം, വീട്ടിൽ വളർത്തുവോ? ചോദിക്കുക, എല്ലാവരോടും ഞാൻ ചോദിക്കുക. ഒരു അനാഥ കുട്ടിയെ തരാം, വളർത്തുവോ? വളർത്തില്ല. ആലോചിച്ച് നോക്കൂ ഭഗവാന്റെ മഹത്വം. ഇത്രയും അനാഥകളായേക്കാവുന്ന സഹോദരിമാർക്ക് ചെലവും കൊടുത്തിട്ട് സംരക്ഷണം നൽകി വളർത്തിയതായ ഭഗവാന്റെ മഹത്വം എവിടെ? എന്നാൽ അഭിമാനമാണ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ കുറിച്ച്. ഭഗവാന് മാത്രം സാധിക്കുന്നതായ ഒരു അലൗകികമായ കർമ്മമാണ് ഭഗവാൻ അവിടെ അനുഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിത വിജയമുണ്ടാകണമെങ്കിൽ ദിമ്നമുണ്ടാകണം. ദിമ്നം എന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്ത്, ഐശ്വര്യം, ദീപ്തി എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളതായ ഐശ്വര്യാദികൾ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കണമെന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ ദാമ്പത്യമുണ്ടാകണം. ആ ദാമ്പത്യമുണ്ടാകണമെങ്കിൽ എന്താ? മമ ഹൃദയേ ഹൃദയന്തേ അസ്തു. ഹൃദയങ്ങളൊന്നായി മാറണം. ഹൃദയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഹൃദയമിതി തസ്മാത് ഹൃദയം. ഭഗവാൻ താമസിക്കുന്ന ഇടം എന്നാണ് ഹൃദയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഹൃദയവും മേളിക്കണം. മമ ഹൃദയേ ഹൃദയന്തേ അസ്തു മമ ചിത്തേ ചിത്തമസ്തു തേ. ചിത്തം ഒന്നായി മാറണം, മനസ്സ് ഒന്നായി തീരണം. പിന്നെയോ മമ വാചമേ കമനാശൃണു. വാക്കുകൾ ഒന്നായിത്തീരണം. എവിടെ വാക്കുകൾ ഒന്നായിത്തീരുന്നുവോ, എവിടെ മനസ്സൊന്നായിത്തീരുന്നുവോ, എവിടെ തീരുമാനങ്ങൾ ഒന്നായിത്തീരുന്നുവോ, എവിടെ ഹൃദയം ഒന്നായിത്തീരുന്നുവോ അവിടെയാണ് ദിമ്നമുണ്ടാകുന്നത്, അവിടെയാണ് അഷ്ടൈശ്വര്യാദികളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ വിവാഹകഥയെ വേണ്ടതുപോലെ നിരൂപണം ചെയ്യുക, മനനം ചെയ്യുക, ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുന്ന സന്ദേശങ്ങളെ പകർത്തുക. അപ്പോഴാണ് നമുക്ക് ഭാഗവതത്തോട് നീതി പുലർത്താൻ വേണ്ടി സാധിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്